ഹലോ ഗായ്സ്, നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 5 ആണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഗൈസ്, സ്നോ സ്റ്റോമിലോട്ടാണ് നമ്മൾ പോകുന്നത്. സ്നോ സ്റ്റോമിൽ മാത്രമല്ല പോകുന്നത്, അതിന് മുമ്പ് ഒരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. സ്നോ സ്റ്റോം എവിടെയാണോ അവിടെ തന്നെ ഉള്ളൊരു സ്പെഷ്യൽ സംഭവം. അപ്പോൾ നമ്മൾ കാട്ടിക്കൂടെ കുറച്ച് നേരം പോയി, അത് കഴിഞ്ഞ് സിറ്റിയിലെത്തി. അത് കഴിഞ്ഞ് സിറ്റിയിൽ കുറച്ച് റോഡ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കാട്ടിലെത്തി. എന്താണ് ഗൈസ്, ഭയങ്കര ഇതാണ്, പക്ഷെ നല്ല രസമായിരുന്നു ഗൈസ് കാണാൻ. വ്യൂ ഒക്കെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. പിന്നെ ഓരോരോ സ്ഥലത്താകുമ്പോൾ ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ആന ഇറങ്ങുന്നുണ്ട്, അത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വാവ് ബ്യൂട്ടിഫുൾ ഇതിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫൈനലി അതിരപ്പള്ളിയിലെത്തിയപ്പോൾ അവിടുത്തെ ബോർഡ് 30 കിലോമീറ്റർ ടു അതിരപ്പള്ളി വാട്ടർഫോൾസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസിൽ കയറിയിട്ടേ ഉള്ളൂ കാര്യം. അങ്ങനത്തെ ഒരു മൂഡായി ഞങ്ങൾ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു, അതിരപ്പള്ളി വാട്ടർഫോൾസിനെ എയിം ചെയ്ത് പോകുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി സിറ്റി പോലത്തെ ഒരു ടൗൺ പോലെ സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കാട് കയറും ഗൈസ് എന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഗൈസ് സമയം കഴിഞ്ഞു പോയി. 6 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. 5 മണിയാകുമ്പോൾ അടയ്ക്കും. ഞങ്ങൾ 6 മണിക്ക് അവിടെ എത്തിയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിലൊന്നും കയറാനൊന്നും പറ്റില്ല. എത്രയോ ഞങ്ങൾ വഴി തെറ്റി പോയിട്ട് 30 കിലോമീറ്റേഴ്സ് കൊണ്ട് എത്തേണ്ട സ്ഥലം ഞങ്ങൾ കുറേ കിലോമീറ്റേഴ്സൊക്കെ ഓടിച്ചിട്ടാണ് എത്തിയത്. അപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ കുറേ 30 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലം നമ്മൾ കുറേ കിലോമീറ്റേഴ്സ് എത്തി വഴി തെറ്റിയിട്ട് അവസാനം സമയം പോയി എത്താതെ കാണാതെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ നമ്മൾ അറ്റത്തു നിന്നൊക്കെ ഇരുന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്താണ് സ്നോ സ്റ്റോമിൽ കയറാം എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്നോ സ്റ്റോമിലെത്തിയപ്പോൾ 6:45 ഷോ ഉണ്ട്. നമ്മൾ സ്നോ സ്റ്റോമിൽ കറക്റ്റ് 6:30 അപ്പോൾ എത്തിയായിരുന്നു. 15 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ സോക്സൊക്കെ വാങ്ങി ഞങ്ങൾ ഉള്ളിൽ കയറി 6:45 ഷോയിൽ കയറാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ഫുൾ ത്രില്ലടിച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം ചേച്ചി ഒരു വട്ടം പോയിട്ടുണ്ട് കേട്ടോ, ചേച്ചി സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് കുറേ നല്ലതായിട്ടുള്ള ആഗ്രഹമാണ് ഗൈസ്, സ്നോ സ്റ്റോമിലൊക്കെ പോകണം, മഞ്ഞൊക്കെ കാണണം എന്നൊക്കെ. ഞാൻ വിചാരിച്ചു സ്നോ ഒക്കെ എടുത്ത് കഴിക്കാൻ ചുമ്മാ. ഞാൻ വീട്ടിൽ സ്നോ ഒക്കെ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കാം, പക്ഷേ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവർ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ അത് ഫേസിലൊക്കെ ആയ ഇഞ്ചുറി പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഒരുപാട് സ്നോ അങ്ങ് എടുത്തെടുത്ത് എറിഞ്ഞൊന്നും ഞാൻ കളിക്കണം എന്നൊക്കെ വിചാരിച്ച് അതൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു ഗൈസ്. പിന്നെ അവിടെ ക്ലിപ്സ് എടുക്കുക എന്ന് പറയുന്നത് പണിയായിരുന്നു. കാരണം ഫോണിൽ ആ ടെമ്പറേച്ചറിൽ താങ്ങാൻ പറ്റില്ലെങ്കിൽ അടിച്ചു പോകും ഗൈസ്. ചേച്ചിയുടെ സ്മാർട്ട് വാച്ചൊക്കെ അടിച്ചു പോയി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ക്ലിപ്സും പിന്നെ കുറച്ച് ഫോട്ടോസും മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് എടുത്തുള്ളൂ. ഇപ്പോൾ ഈ ഇറങ്ങിപ്പോയ 2 എണ്ണങ്ങളില്ലേ, അതിലൊരാൾ ഞാനും പിന്നെ ഈ ഇറങ്ങുന്നത് ചേച്ചിയാണ് ഗൈസ്. ഇതാ പോയത് ഞാൻ, ദിപ്പി പോണത് ചേച്ചിയാണ് ഗൈസ്. അടിപൊളി രസമായിട്ട് ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ അടിപൊളി നല്ല രസമാണ്. എൻജോയ് ചെയ്യാം, ഒരുപാട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അതാണ് ഞങ്ങൾ പിന്നെയും ഒരുപാട് ചെയ്തു, ഫോട്ടോസ് കുറേ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ സ്നോ സ്റ്റോമിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് സംഭവം ഏറെ ഉണ്ടായിരുന്നു. ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. ചേച്ചിയുടെ സ്മാർട്ട് വാച്ച് അടിച്ചു പോയി, ഫോണും കൂടി അടിച്ചു പോയാലോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി. നൈറ്റ് ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കടയിലെല്ലാം കയറി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ എൻ്റെ ഒന്നും ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് കടയിൽ. സോ ഗൈസ്, ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ സ്നോ സ്റ്റോമിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ പീകോക്ക് സ്റ്റേഷനോ പീകോക്ക് സാഞ്ചുറി പോയി. അവിടെ ഒന്നും കണ്ടില്ല. എന്നാലും പിന്നെ നമ്മൾ എവിടെ പോയത് ഫസ്റ്റ് വരിക്കാശ്ശേരി മന. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.